Hello guys, I am Ajit and welcome back to TOT. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് റിയൽമി X3 സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി യൂസ് ചെയ്യണു. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരാം. ആൻഡ് യാ, ലെറ്റ്സ് സ്റ്റാർട്ട്. റിയൽമി X3 ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 months ആയി ആൻഡ് സ്റ്റിൽ ഇപ്പോഴും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി X3. നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആരും പരസ്പരം ഈ ഒരു സ്മാർട്ട് ഫോണിനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ പേര് പറയും സാംസങ് M51 വാങ്ങാൻ, അല്ലെങ്കിൽ കുറേ പേര് പറയും റെഡ്മി K20 Pro വാങ്ങാൻ, അല്ലെങ്കിൽ പറയും കുറച്ചുകൂടി പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OnePlus Nord കിട്ടും. സോ എന്തുകൊണ്ട്? ഓക്കെ, ആ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് പോകാം. ബിഫോർ ദാറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ കാര്യം പറയാം. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് കിട്ടുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഗുഡ് ക്വാളിറ്റി ഗ്രേ ഷെയ്ഡിലുള്ള ഒരു TPU കേസ് കിട്ടുന്നുണ്ട്. പിന്നീട് ഒരു 30 വാട്ടിൻ്റെ ഡാർക്ക് ചാർജറും അതേപോലെ USB Type-C കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. റിയൽമി കമ്പനി ക്ലെയിം ചെയ്യുന്നത് വിത്തിൻ 55 minutes ഈ ഒരു സ്മാർട്ട് ഫോൺ 0 to 100% ചാർജ് ആവുന്നതാണ്. സോ ഇറ്റ്സ് വെരി ഫാസ്റ്റ്. നെക്സ്റ്റ്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി X3. കാരണം എൻ്റെ ഒരു ചെറിയ കൈയാണ് ആൻഡ് ഈ ഒരു കൈക്ക് ശരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ കുറച്ച് വലുതാണ്. ഓൾസോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 202 grams ആണ്. സോ ഒരു കുറച്ചൊരു ഹെവിയർ സൈഡിലേക്ക് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി X3. പിന്നെ ബോക്സിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന TPU കേസും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ബൾക്കിയാവും, അതേപോലെ തന്നെ കുറച്ചും കൂടി വെയിറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ്, ഈ സ്മാർട്ട് ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നമുക്ക് നോക്കാം. അറ്റ് ദ ബോട്ടം നമുക്കൊരു സിം സ്ലോട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിം സ്ലോട്ടോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സിം സ്ലോട്ട് അല്ല. സോ മെമ്മറി കാർഡ് നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു മൈക്രോഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു Type-C കേബിൾ കിട്ടുന്നുണ്ട്, ഒരു മോണോ സ്പീക്കറും നമുക്ക് അറ്റ് ദ ബോട്ടം കിട്ടുന്നുണ്ട്. അറ്റ് ദ ലെഫ്റ്റ് സൈഡ് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കിട്ടുന്നുണ്ട്. അറ്റ് ദ ടോപ്പ് നമുക്കൊരു സെക്കൻഡറി മൈക്രോഫോൺ കിട്ടുന്നുണ്ട്. സോ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ആണ് ഈ ഒരു സെക്കൻഡറി മൈക്രോഫോൺ. അറ്റ് ദ റൈറ്റ് സൈഡ് നമുക്കൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പ്ലസ് ഒരു പവർ ബട്ടൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അറ്റ് ദ ബാക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഓൾസോ റിയൽമി ബ്രാൻഡിങ്ങും നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോസി ടൈപ്പ് ഡിസൈനാണ്. കുറച്ചും കൂടി കാണാൻ നല്ലൊരു രസമുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം കുറേ സ്മാർട്ട് ഫോൺസിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തന്നെ ചെറിയ വേരിയൻസിൽ, അതായത് ബഡ്ജറ്റ് വേരിയൻസിലെല്ലാം നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. സോ അതുകൊണ്ട് ഒരു ന്യൂ ടൈപ്പ് ലുക്കൊന്നല്ല ഈ സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നമ്മൾ വരാണെങ്കിൽ ഒരു 6.6 inch ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നത് വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. ആൻഡ് ഡിസ്പ്ലേക്ക് നമുക്ക് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഓവറോൾ സ്ക്രീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തിക്ക് ബെസൽസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ബട്ട് അറ്റ് ദ ബോട്ടം ഒരു ചെറിയ രീതിയിലുള്ള ഒരു നോർമൽ തിക്നെസ് കിട്ടുന്നുണ്ട് ബെസൽസിനെല്ലാം. ടോട്ടൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 855+ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ഒരു ഡ്രോബാക്കോ നിങ്ങൾക്ക് പെർഫോമൻസ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടില്ല. നല്ല സീംലെസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് ഇപ്പോൾ ഒരു 8GB 128GB വേരിയൻ്റ് ആണ്. ഇത് റിയൽമി X3യുടെ ഹയസ്റ്റ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ലോവർ വേരിയൻറ്റ് 6GB 128GB വേരിയൻ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നാനൽ ഡുവൽ സിം സ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കില്ല. UFS 3.0 ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന സ്റ്റോറേജ് ടൈപ്പ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് UFS 3.1 ആണ്. ബട്ട് സ്റ്റിൽ 3.0 നല്ല രീതിയിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് റിയൽമി UI നല്ല രീതിയിലുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്ത് തന്നിട്ടുണ്ട് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൽ തന്നെ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ള RAM എന്ന് പറയുന്നത് LPDDR4 RAM ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 4200 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഞാനിത് യൂസ് ചെയ്ത് വെച്ചിട്ട് ഒരു ആവറേജ് ലെവൽ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് കിട്ടുന്നുണ്ട്. 120 Hz ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബാറ്ററി വലിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ റിയൽമി UI നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പിന്നെ ഔട്ട് ദ ബോക്സ് ഞാൻ പറഞ്ഞ പോലെ 30 വാട്ടിൻ്റെ ഡാർക്ക് ചാർജറാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് 0 to 100% നമുക്ക് വിത്തിൻ 55 minutes ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് അവിടെ ബാലൻസ്ഡ് ആണ്. റിയൽമി X3യുടെ OSലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് Android 10 OSലാണ് കിട്ടുന്നത് വിത്ത് റിയൽമി UI. റിയൽമി UI ശരിക്കും ഒരു നല്ലൊരു
ഇപ്പോൾ നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു UI ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഡാറ്റ ട്രാൻസ്ഫറിങ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ച് ബ്ലോട്ട് വെയർസ് എല്ലാം കിട്ടി. അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷവും എനിക്ക് ആ ഒരു ബ്ലോട്ട് വെയർസ് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് സ്റ്റിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിച്ചു. ആ ബ്ലോട്ട് വെയർസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ. ബട്ട് നമുക്കത് മാനുവലി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മൾട്ടിമീഡിയ ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഡിയോ ക്വാളിറ്റി വൈസ് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഒരു മോണോ സ്പീക്കറാണ് ഇവിടെ നമുക്ക് കിട്ടുക. ബട്ട് സ്റ്റിൽ നല്ല രീതിയിലുള്ളൊരു ഗുഡ് ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര ലൗഡാണെന്നൊന്നും ഞാൻ പറയണില്ല. അത്യാവശ്യം ഒരു ആവറേജ് ലെവൽ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡോൾബി അറ്റ്മോസ് ഈ ഒരു സ്പീക്കറിൽ സപ്പോർട്ടിംഗ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി മാത്രമാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് ഉള്ളത്. കാരണം IPS LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു AMOLED ലെവലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ കളർ റിച്ച്നെസ് എല്ലാം കുറച്ച് ഡള്ളാണ്. സോ ഞാൻ അത്രയ്ക്കൊന്നും ഹാപ്പി അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ട്. നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് നമുക്ക് വരാം. ശരിക്കും ഒരു നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി X3. കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 855+ പ്രോസസ്സറാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ്. ആൻഡ് ഓൾസോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 120 Hz ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിമറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടും. ഒരു തരത്തിലുള്ള ലാഗോ സ്റ്റട്ടറിങ്ങോ ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Adreno 640 ഗ്രാഫിക്സ് ആണ്. ശരിക്കും ഇതെല്ലാം ഭയങ്കര ഹൈ എൻഡ് ഒരു 50,000-60,000 വിലയുള്ള സ്മാർട്ട് ഫോൺസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് ആണ്. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുറച്ച് ഗെയിംസ് എല്ലാം കളിച്ചു നോക്കി. ആൻഡ് യെസ്, ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസിൽ. കാരണം 120 Hz റിഫ്രഷ് റേറ്റ് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് റെസ്പോൺസ് ആണ് നമുക്ക് തരുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള ഒരു മോശം എക്സ്പീരിയൻസോ ഗെയിം പ്ലേ ടൈമിൽ ഫീൽ ചെയ്തില്ല. ഞാൻ മാക്സിമം സെറ്റിങ്സിൽ ഇട്ടിട്ടാണ് എല്ലാ ഗെയിംസും കളിച്ചത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു രീതിയിലുള്ള ഒരു ലാഗോ ഗ്ലിച്ചസോ ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഗെയിം പ്ലേ എക്സ്പീരിയൻസിൽ മാത്രമല്ല ഈ ഒരു രീതിയിലുള്ള ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക. നോർമൽ രീതിയിലുള്ള ബ്രൗസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രോളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 120 Hz ഡിസ്പ്ലേ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് ഫ്ലൂയിഡ് റെസ്പോൺസ് ആണ് നമുക്ക് തരുന്നത്. സോ യെസ്, ഞാൻ ശരിക്കും ഡിസ്പ്ലേ വൈസ് നോക്കിക്കഴിഞ്ഞാൽ, പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. റിയൽമി X3യുടെ ക്യാമറ സെറ്റപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈമറി ലെൻസ് എന്ന് പറയുന്നത് ഒരു 64 മെഗാപിക്സലിലെ f1.8 അപ്പർച്ചറിൽ നമുക്ക് കിട്ടുന്ന ലെൻസാണ്. ഇതൊരു സാംസങ് സെൻസറാണ്. നെക്സ്റ്റ് നമുക്കൊരു 12 മെഗാപിക്സൽ f2.5ൻ്റെ ഒരു 2 ടൈംസ് ഒപ്റ്റിക്കൽ സൂമുള്ള ലെൻസും, അതേപോലെ 8 മെഗാപിക്സലിൻ്റെ ഒരു f2.3 അൾട്രാ വൈഡ് ലെൻസും, അതേപോലെ തന്നെ ഒരു 2 മെഗാപിക്സലിലെ f2.4 മാക്രോ ലെൻസും നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 4K at 60 frames per second ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു വീഡിയോഗ്രാഫിയിൽ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ നല്ല രീതിയിലുള്ള ഒരു ഓട്ടോ ഫോക്കസിങ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോഗ്രാഫിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഓൾസോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ ഡയറക്ട്ലി ഫ്രം ദിസ് വീഡിയോ. ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഒരു 16 മെഗാപിക്സലിൻ്റെയും അതേപോലെ ഒരു 8 മെഗാപിക്സൽ സെൻസറാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെയും കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് തരാം. ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 180 at 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിപ്പോൾ 1x സൂമിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സൂംഡ് ഇൻ ആണ്. പിന്നെ അൾട്രാ വൈഡ് ലെൻസിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ബട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെൻസിലേക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. വൈഡ് ആംഗിൾ ലെൻസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വൈഡ് ഏരിയ കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ വ്ളോഗേഴ്സിനെല്ലാം നല്ല രീതിയിലുള്ളൊരു ഗുഡ് ഫീച്ചറാണ് ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസിലുള്ള വീഡിയോഗ്രാഫി. ആൻഡ് 1080p at 30 FPS നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഗുഡ് സ്റ്റെബിലൈസേഷനും കിട്ടുന്നുണ്ട്. സോ ഫൈനലി റിയൽമി X3നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ പറയുകയാണെങ്കിൽ ഹൈ പെർഫോമൻസ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി സ്മാർട്ട് ഫോണാണ്. ഒരു രക്ഷയില്ല. കാരണം ഒരു തരത്തിലുള്ള ലാഗോ ഫീൽ ചെയ്യില്ല ഞാൻ പറഞ്ഞ പോലെ. ബട്ട് സ്റ്റിൽ സം ഇഷ്യൂസ് നമുക്ക് കിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ. കാരണം ഞാൻ തുടക്കം നിങ്ങളോട് പറഞ്ഞു ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തുകൊണ്ട് ആരും പരസ്പരം അധികം ഷെയർ ചെയ്യണില്ല, അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. അതിന് മെയിൻലി 3 കാരണങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ആ 3 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടില്ല. അത് ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം
ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25,000 റുപ്പീസാണ്. സോ ഈ ഒരു 25,000 റുപ്പീസിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ലെവൽ സ്മാർട്ട് ഫോൺ വേണ്ട ഒരു യൂസർ എന്ന് പറയുന്നത് ഒരു ഗെയിമർ ആയിരിക്കും. ഒരു ഗെയിം കളിക്കണ ഒരാളായിരിക്കും ഇത്രയും ഒരു പെർഫോമൻസ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ശ്രമിക്കുക. സോ ആ ഒരു ഗെയിമറിന് ഹെഡ്ഫോൺ ജാക്ക് ഇല്ലെങ്കിൽ അത് കുറച്ച് ഇഷ്യൂ തന്നെയാണ്. കാരണം വയർലെസ് ഇയർഫോൺസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ലാറ്റൻസി ഇഷ്യൂ കാരണം കുറച്ച് ഓഡിയോസിലെല്ലാം ഡിഫറൻറ്റ് വരും, ഓഡിയോ വീഡിയോയിലെല്ലാം കുറച്ച് ഡിഫറൻസ് വരും. സോ ഹെഡ്ഫോൺ ജാക്ക് എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും നിർബന്ധമാണ്. നെക്സ്റ്റ് ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ. ഈ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ലോ വേരിയൻറ്റ് സ്മാർട്ട് ഫോൺസ് ആയ റിയൽമി 5, റിയൽമി 6 സ്മാർട്ട് ഫോൺസിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈപ്പ് ഡിസൈനാണ്. സെയിം ക്യാമറ ഡിസൈൻ വരെ, ഓരോ വട്ടത്തിലുള്ള കളേഴ്സ് വരെ സെയിം ആയിട്ട് ആ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര ഒരു സ്പെഷ്യൽ ലുക്കൊന്നല്ല ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത്. അതുകൊണ്ട് ഇത്രയും വലിയൊരു സ്മാർട്ട് ഫോണും ആ ഒരു ലോ വേരിയൻറ്റ് സ്മാർട്ട് ഫോണും തമ്മിലുള്ള വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ആൻഡ് ദ തേർഡ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലാണ്. കാരണം 25,000 റുപ്പീസിലുള്ള സ്മാർട്ട് ഫോൺസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ സ്മാർട്ട് ഫോൺസും AMOLED ഡിസ്പ്ലേ ആയിരിക്കും. 60 ഹെർട്സ് ആണെങ്കിലും കൂടിയും നല്ല രീതിയിലുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് AMOLED ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് കിട്ടും. കളർ റിച്ച്നെസ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ബ്ലാക്സ് ഒക്കെ നമുക്ക് AMOLED ഡിസ്പ്ലേയിൽ കിട്ടും. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 120 ഹെർട്സ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ടെങ്കിലും കൂടിയും കളർ റിച്ച്നെസ് അത്രയ്ക്ക് കണ്ട് നമുക്കില്ല. വീഡിയോ കാണാണെങ്കിലും ഗെയിം പ്ലേയിലാണെങ്കിലും അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കളർ റിച്ച്നെസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയ റെഡ്മി K20 പ്രോയിലെല്ലാം AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ സാംസങ് M51 വരെ AMOLED ഡിസ്പ്ലേ ആണ് 60 ഹെർട്സിൽ. സോ അതൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഒരു 120 ഹെർട്സ് IPS LCD ഡിസ്പ്ലേ ഭയങ്കര ഒരു പിടിച്ച് നിൽക്കില്ല. അവരുടെ മുന്നിൽ ഈ ഒരു ഡിസ്പ്ലേക്ക് പിടിച്ച് നിൽക്കാൻ സാധിക്കില്ല. സോ ഈ ഒരു 3 കാരണങ്ങൾ വെച്ചിട്ടാണ് കുറേ പേരും ഈ ഒരു സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യാത്തത്. കാരണം 25,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു യൂസറിന് വേണ്ട ഒരു റിക്വയർമെൻറ്റ് ഉണ്ടല്ലോ. ഈ 3 റിക്വയർമെൻറ്റ് അത്യാവശ്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. സോ ഈ ഒരു 3 റിക്വയർമെൻറ്റ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള സ്മാർട്ട് ഫോൺസിലേക്ക് എന്നാൽ എല്ലാവരും ശ്രദ്ധ പോവുള്ളൂ. റെഡ്മി K20 Pro ശരിക്കും ഇതിൻ്റെ ഭയങ്കര വലിയൊരു കോമ്പറ്റീറ്ററാണ്. കാരണം 855 പ്രോസസ്സറാണ് ആ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. AMOLED ഡിസ്പ്ലേ ആണ്, പോപ്പ് ക്യാമറയാണ്. സോ ടോട്ടലി നോക്കി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്മാർട്ട് ഫോണാണ് K20 Pro. പിന്നെ ലാസ്റ്റ് ഇയർ സ്മാർട്ട് ഫോണാണ് അത്. ശരിക്കും ഇത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണും. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് ഇത് കുറച്ചൊരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്നത്. ബട്ട് ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് പെർഫോമൻസ് വൈസിൽ കിട്ടില്ല. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് റിയൽമി X3 കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു സ്മാർട്ട് ഫോണാണ്. ഞാൻ ആ ഒരു ഇഷ്യൂസ് പറഞ്ഞെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കര കുഴപ്പക്കാരനോ അങ്ങനെയൊന്നുമല്ല. നല്ലൊരു സ്മാർട്ട് ഫോണാണ്. നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും യൂസ് ചെയ്യുമ്പോൾ. റിയൽമി UI നല്ല UI തന്നെയാണ്. ആൻഡ് യെസ്, ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാനിപ്പോൾ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വരും ഈ ഒരു ചാനലിൽ. നിങ്ങൾ എന്തായാലും ആ ഒരു ഡീറ്റെയിൽ റിവ്യൂക്ക് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ ചിലപ്പോൾ മാറിയേക്കാം. സോ യെസ്, ഇപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് റിയൽമി X3 സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഫോർ മോർ കണ്ടൻറ്റ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഈ ചാനലിൽ വരും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക. ഞാൻ അതും കൂടിയും ആ ഒരു ഡീറ്റെയിൽ റിവ്യൂവിൽ കവർ ചെയ്യും. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്. ബൈ.